മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ നിഷേധിച്ച് കോടതി. വിവരങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. എന്ന് വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്? എങ്ങോട്ടാണ്, ഏത് ജയിലിലേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോകുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ പൂജപ്പുര സബ് ജയിലിലേക്കാണ് കൊണ്ടുപോവുക. ഈ മാസം 22 വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ജാമ്യം ലഭിച്ചിട്ടില്ല. ഈ മെഡിക്കൽ റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനമായും കോടതി പരിഗണിച്ചത്. ഇതിന്റെ വിചാരണ നടക്കുന്ന അല്ലെങ്കിൽ വാദം നടക്കുന്ന വേളയിലെല്ലാം രാഹുലിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നതാണ് പ്രതിഭാഗം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ന്യൂറോ സംബന്ധമായ ചികിത്സയിലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 18 ദിവസമായി ചികിത്സയിലാണുള്ളത്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഇതിന് പിന്നാലെയാണ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയും വിശദമായ ആരോഗ്യ പരിശോധന നടത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് കോടതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ട് സഹിതം വീണ്ടും രാഹുലിനെ ജഡ്ജിയുടെ മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു കോടതിക്കകത്തേക്ക്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ വിധി വന്നിട്ടുള്ളത്. രാഹുൽ ജയിലിലേക്ക് പോവുകയാണ്. ഈ മാസം 22-ാം തീയതി വരെ രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. രാഹുലിന് ജാമ്യമില്ല. ഏതായാലും പൂജപ്പുര സബ് ജയിലിലേക്ക് അല്പസമയത്തിനകം രാഹുലിനെ എത്തിക്കും. കമലേഷ്, യൂത്ത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മറുഭാഗത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന അവസ്ഥ തന്നെയാണ്. ആ ഒരു സമയത്താണ് അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുന്ന ഒരു നടപടിയിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ 4-ാം പ്രതിയാണ്. മറ്റ് പ്രതികൾ 1, 2, 3 പ്രതികളുണ്ട്. എന്തൊക്കെയായിരിക്കും ഇനി കോൺഗ്രസിന്റെ തുടർ നടപടികൾ? എന്തൊക്കെയായിരിക്കും? ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ സമയം മുതൽ 3 തവണയാണ് കോടതി ഈ കേസിൽ ജാമ്യത്തിന്റെ വാദങ്ങൾ കേട്ടത്. നമ്മൾ പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചത് ഈ കേസിന്റെ സമരത്തിന് നേതൃത്വം നൽകിയത് ഈ 4-ാം പ്രതിയായിട്ടുള്ള KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം സമരത്തിൽ പങ്കെടുത്ത പ്രതികളെ, അക്രമം കാണിച്ച പ്രതികളായ യൂത്ത് കോൺഗ്രസുകാരെ ആരെയും തന്നെ ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല. അതായിരുന്നു സമരം സംഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തം. അതിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതി ഈ കേസിലെ അദ്ദേഹത്തിന്റെ മുന്നിൽ നടക്കുന്ന അക്രമങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. രണ്ടാമത്തത്, ഇതിന്റെ ഈ സംഭവങ്ങൾ 3 കേസുകളാണ് ആ സംഭവത്തിൽ ഉണ്ടായത്. ആ സമയത്തുള്ള 3 കേസ് നടക്കുന്ന സമയത്തും പ്രതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പ്രതിയുടെ പ്രേരണയിലാണ് മറ്റുള്ള വന്ന് സമരം ചെയ്യാൻ വന്ന മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തിയത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. ഈ ഭാഗം ഞങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയാണ് ഉണ്ടായത്. പിന്നെ മെഡിക്കൽ റിപ്പോർട്ടാണ് അന്തിമമായ ചർച്ചയിൽ വന്നത്. അതിൽ ഞങ്ങൾ ഉന്നയിച്ച വാദം ഏറ്റവും അവസാനം എടുത്ത മെഡിക്കൽ റിപ്പോർട്ട് വേണം ജാമ്യത്തിന് പരിഗണിക്കേണ്ടതെന്നുള്ളതാണ്. പ്രതി കിംസിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ കാണിച്ചാണ് വാദം ഉന്നയിച്ചത്. പക്ഷേ ആ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ശേഷവും പ്രതി പല പൊതുപരിപാടികളിലും നേരിട്ട് പങ്കെടുക്കുന്നതായിട്ടും മറ്റ് സ്ഥലങ്ങളിൽ പോയി യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതായും ഉള്ള റിപ്പോർട്ട് നമ്മൾ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ അതിലുകൊണ്ട് മെഡിക്കലി ഫിറ്റാണ് എന്നുള്ള ഒരു വാദമാണ് ഉന്നയിച്ചത്. അതിനുവേണ്ടി ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കണം എന്ന വാദം ഞങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. അതനുസരിച്ചാണ് കോടതി വീണ്ടും ഈ പ്രതിയെ ഒരിക്കൽ കൂടി മെഡിക്കൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി തയ്യാറായത്. അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ ഈ പ്രതിയെ ഒരു പബ്ലിക് സ്പോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് എന്നാണ് വിശദീകരണം തന്നത്. അല്ല, അതിനകത്ത് പ്രതിപക്ഷ നേതാവ് ആ സമയത്ത് അക്രമം നടക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഇല്ലായിരുന്നു. അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോള് പറയുകയാണെങ്കിൽ അദ്ദേഹം ആ അക്രമം നടത്തുന്ന എല്ലാ സമയത്തും ആ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഴുത്തിനും അവരുടെ ഷീൽഡിലും ഒക്കെ പിടിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളടങ്ങിയ ഫോട്ടോകളും വീഡിയോകളും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ തെളിവായി ജാമ്യാപേക്ഷ എതിർക്കുന്നതിന് വേണ്ടി ഹാജരാക്കിയിരുന്നു.
അതിനെപ്പറ്റി അറിയില്ല. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് ഈ ആക്രമണങ്ങൾക്ക് ആരെയും പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേതൃത്വം എന്ന നിലയിൽ പിന്തിരിപ്പിക്കാനുള്ള ബാധ്യതയും കൂടി അത് സമരം നടത്തുന്ന ആൾക്കാർക്കുണ്ട്. അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ് പോലീസിന്റെ വാദം. 41 നോട്ടീസിന്റെ വാദം ഉന്നയിച്ചു. അതിനകത്ത് 2 പോയിന്റാണുള്ളത്. 7 വർഷം വരെയുള്ള ശിക്ഷ പറഞ്ഞിരിക്കുന്ന കേസിലാണ് 41A 41A നോട്ടീസ് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ 333 എന്ന വകുപ്പാണ് അഡീഷണൽ ആയിട്ട് ചേർത്തിരിക്കുന്നത്. അക്രമത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് അത് ഗ്രീവിയസ് ഹർട്ട് ഒഫൻസിൽ 10 വർഷം വരുന്ന തടവുള്ള ശിക്ഷയ്ക്ക് 41A നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. 7 വർഷം വരെയുള്ള കുറ്റമുള്ള ശിക്ഷകൾക്കാണ് 41A നോട്ടീസ് കൊടുക്കേണ്ടത്. ഇവിടെ 10 വർഷമുള്ള ശിക്ഷ ഉള്ള വകുപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് കൊണ്ട് 333 വകുപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇത് ബാധകമല്ല. ഈ 1, 2, 3 പ്രതികളെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കോടതി അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒന്നും അറിയിച്ചിട്ടില്ല. ഇത് ഈ പ്രതിയുടെ ജാമ്യാപേക്ഷയെ പറ്റി മാത്രമാണ് ഇപ്പോൾ വാദം കേട്ടിട്ടുള്ളത്. താങ്ക് വിദ്യ. കമലേഷ്, ഇപ്പോൾ പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഇവർ വ്യക്തമായി പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരാൾക്ക് അക്രമാസക്തരാകുന്ന ഒരു കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അത് അദ്ദേഹം പൂർണ്ണമായും തൻ്റെ ജോലി ചെയ്തില്ല, അവരെ പിന്തിരിപ്പിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ കോടതി ജാമ്യം ഒരുപക്ഷെ നിഷേധിച്ചിരിക്കുന്നത്. ഇനി എന്തായിരിക്കും? 1, 2, 3 പ്രതികൾ ഇപ്പോഴും പുറത്ത് തന്നെയാണ്. അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിനെപ്പറ്റിയൊന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുമില്ല. എന്തായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? വിദ്യ, പ്രോസിക്യൂട്ടർ വളരെ വ്യക്തമായി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 1, 2, 3 പ്രതികൾ ആയി സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ MLA, വിൻസെന്റ് MLA അടക്കമുള്ള ആളുകളാണ് 1, 2, 3 പ്രതികൾ. പക്ഷേ അവർ ഈ അക്രമ സംഭവത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ നിലയിൽ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത്, ഇതിൽ ഈ പുലർച്ചെയൊക്കെ പോയി, അതായത് പകലൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ ഉള്ള ഒരു നേതാവാണ്, എന്തുകൊണ്ട് പുലർച്ചെ പോയി ഇത്തരത്തിൽ നാടകീയമായി ഒരു അറസ്റ്റ് ഉണ്ടായി എന്നുള്ളതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, അത് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് പകൽ ഒരു പൊതു മധ്യത്തിൽ വെച്ച് ഇത്തരമൊരു അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടായേക്കാവുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സ്വാഭാവികമായും 22-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ പൂജപ്പുര സബ് ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന നടപടികളായിരിക്കും ഇനി നടക്കാൻ പോവുക. ശരി കമലേഷ്, വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ നിരസിച്ചിരിക്കുകയാണ് കോടതി. രാഹുൽ മാങ്കൂട്ടത്തെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റുമെന്നുള്ള വിവരങ്ങളാണ് അറിയുന്നത്. 22 വരെയാണ് അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി എന്നാണ് ഇപ്പോൾ അറിയുന്നത്. വിവരങ്ങൾ നൽകിയത് കമലേഷ് തെക്കേക്കാടാണ്.